തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ യാത്രക്കാർക്കുണ്ടായ മോശം അനുഭവത്തിന് ശേഷം ഗൾഫ് മേഖലയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഈ വിമാന കമ്പനിക്കെതിരെ ഉയരുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളായ ഫേസ്ബുക്കിലും ട്വിറ്ററിലും വളരെയധികം വിമർശനങ്ങൾ എയർ ഇന്ത്യ നേരിടേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യക്കെതിരായി പുതിയ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഒരു തരംഗമായി തന്നെ മാറിക്കഴിഞ്ഞു. എയർ ഇന്ത്യയിൽ നാട്ടിലേക്ക് പോകുന്ന ഒരു മലയാളി പെട്ടിക്ക് മുകളിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണത്രേ: ഷാർജ ടു എയർ ഇന്ത്യ എത്തിക്കുന്ന വിമാനത്താവളം. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഫേസ്ബുക്കിലാണ് ഈ പോസ്റ്റ് കണ്ടത്. എയർ ഇന്ത്യക്കെതിരെ ഗൾഫ് നാടുകളിലെ മലയാളികൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ കനത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എയർ ഇന്ത്യയെ കളിയാക്കുന്ന പോസ്റ്റുകളാണ് ഗൾഫ് മലയാളികളുടേതായി ഇത്തരം സൈറ്റുകളിൽ നിറയുന്നത്. അമ്മേ, ഞാൻ നാട്ടിലേക്ക് വരുന്നത് എയർ ഇന്ത്യയിലാണ്. മുൻകരുതൽ എന്ന നിലയിൽ ഒരു വക്കീലിനെയും 2 ജാമ്യക്കാരെയും ഏർപ്പാട് ചെയ്യുക എന്നാണ് ഒരു പോസ്റ്റ്. ഇനി ഇതാ എല്ലാ പ്രവാസി മലയാളികൾക്കുമുള്ള ഒരു പ്രതിജ്ഞ: ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യില്ല. ഇത് സത്യം, സത്യം, സത്യം. മറ്റു ചില പ്രതിഷേധങ്ങൾ ഇതാ. പ്രശസ്തമായ സിനിമാ രംഗത്തെ അനുകരിച്ചും എയർ ഇന്ത്യക്കെതിരെ പോസ്റ്റുകളുണ്ട്. പ്രവാസികൾ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് എയർ ഇന്ത്യയാണെന്ന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു. സൗദി അറേബ്യയിലെ ഷറഫയിൽ താമസിക്കുന്ന ഒരു സംഘം യുവാക്കൾ എയർ ഇന്ത്യക്കെതിരെയുള്ള ഗാനവുമായാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ ഗാനം തയ്യാറാക്കിയത് മലപ്പുറം, തലേക്കര, കൊട്ടപ്പുറം സ്വദേശികളായ 10 യുവാക്കൾ ചേർന്നാണ്. ടി.പി. സക്കീറാണ് ഈ ആക്ഷേപഹാസ്യ ഗാനത്തിന്റെ രചയിതാവ്. പാടിയത് സൽമാനും. ഈ പാട്ടിലൂടെ എയർ ഇന്ത്യക്കെതിരെയുള്ള പ്രവാസികളുടെ പ്രതികരണത്തിന് ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് ഇവർ. നമ്മൾ ഈ പാട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എയർ ഇന്ത്യ പ്രവാസികളോട് കാണിക്കുന്ന അനീതി, ഒരുപാട് വേണ്ടാത്ത അനീതികൾ എയർ ഇന്ത്യ നമുക്കിതിൽ കാണിക്കുന്നുണ്ട്. അതിനെതിൽ പ്രതികരിക്കാനും വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എഴുതിണ്ടാക്കിയ ലിറിക്സ് ആണിത്. ഒരുപാട് കാലമായിട്ട് ഈ പ്രവാസികളെ ഈ എയർ ഇന്ത്യ എത്തുന്നതിൽ അവഗണിക്കാണ്. അപ്പൊ ഈ പ്രവാസികൾ എല്ലാവരും ഒത്തൊരുമിച്ചാൽ ഈ എയർ ഇന്ത്യന്റെ ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനാലും നിർത്തലാക്കാം. അതാണ് നമുക്ക് ഈ പാട്ടിനെ കൊണ്ട് നമ്മൾ ഈ പ്രവാസികൾക്ക് ഒരു ഉണർവ് നൽകാൻ വേണ്ടിയാണ് ഈ പാട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അത് എല്ലാ പ്രവാസികളും എങ്ങനാലും ഇത് കണക്കിലെടുത്താണ്ട് എയർ ഇന്ത്യക്കെതിരെ എങ്ങനാലും പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തപ്പോൾ ധാരാളം ദുരനുഭവങ്ങൾ തങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഈ യുവാക്കൾ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഞാൻ റിട്ടേൺ ഇങ്ങോട്ട്, എനിക്ക് 2ാമത് വിസ അടിച്ചിട്ടാണ് ഞാൻ സൗദിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ എന്റെ വിസ ക്യാൻസൽ ആവുമായിരുന്നു. അത്രയും ബുദ്ധിമുട്ട് അവരെ കൊണ്ട് ഞങ്ങൾ സഹിച്ചിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതൻ ഈ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ സ്നേഹിതൻ അന്ന് അവിടെ ഇറങ്ങിയത് കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് കൊച്ചിയിലേക്ക് ആക്കുകയാണ്. ആ കൊച്ചിയിലുള്ള എന്താണ് തിരുവനന്തപുരത്താണ് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്.
ആ ഒരു കാരണം കൊണ്ട് ഏതായാലും ഈ കൊച്ചിയിൽ നിന്ന് നമ്മളെ കാലിക്കറ്റിക്കുള്ള ദൂരം നമുക്കറിയാം. അപ്പൊ തിരുവനന്തപുരത്തിനോ ഇടങ്ങറായ അത് നമുക്ക് നല്ലൊരു അനുഭവമാണ്. ആ ഒരു കാരണം ഓ നാട്ടിൽ നിന്ന് വിളിച്ചൊരു കാരണം കൊണ്ടാണ് ഈ പാട്ടിന് കാര്യമായിട്ട് ഞങ്ങൾ ഒരു ഇതിന് ഇത്ര കൊടുത്തത്. പ്രവാസികളുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യത്തിലും തങ്ങൾ പാട്ടിലൂടെ ഇനിയും പ്രതികരിക്കുമെന്നും ഈ സംഘം. എന്ത് അനീതി പ്രവാസികൾക്കെതിരെ കണ്ടാലും പാട്ടിലൂടെ ഞങ്ങൾ പ്രതികരിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. അത് എങ്ങനായാലും ആ ഏത് കോലത്തിലാണെന്നുണ്ടെങ്കിലും ആ ടൈമിന് നമ്മൾ ആ പാട്ടിന്റെ രൂപത്തിൽ നമ്മൾ പ്രതികരിക്കും ചെയ്യും. അത് ജനങ്ങളെ കാണിക്കും ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യക്കെതിരെ പ്രതിഷേധ സമരം നടത്തിയവർക്ക് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ UAEയിൽ ഗംഭീര സ്വീകരണം നൽകിയാണ് വിവിധ സംഘടനാ പ്രതിനിധികളടങ്ങുന്ന പ്രവാസി സമൂഹം എയർ ഇന്ത്യയോടുള്ള തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തിരികെ വരുമ്പോൾ ഇങ്ങനെയൊരു സ്വീകരണം കിട്ടുന്നത് ഇത് ആദ്യമാണെന്ന് തോംസൺ. ഗൾഫിൽ നിന്ന് വളരെയധികം സപ്പോർട്ടീവായിരുന്നു എല്ലാ മീഡിയാസും, അതായത് നാട്ടിലുള്ള മീഡിയാസും ഗൾഫിലുള്ള മീഡിയാസും ഗൾഫിലുള്ള പ്രവാസി സംഘടനകളും നാട്ടിലുള്ള പ്രവാസി സംഘടനകളും എല്ലാവരും വളരെ ആക്റ്റീവാണ്. കാരണം അവർക്ക് നിരന്തരം അറിയാവുന്ന ഒരു പ്രശ്നമാണ് ഇത്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി, പറഞ്ഞു മടുത്തു, അങ്ങനെയാണ് എയർ കേരളയുടെ രൂപം ഉണ്ടായെന്നുള്ളത്. ഏതായാലും ഗൾഫ് നാടുകളിലെല്ലാം എയർ ഇന്ത്യക്കെതിരായ പ്രതിഷേധങ്ങൾ സജീവമാവുകയാണ്. പോരുന്നോ, ഷവർമ വാങ്ങിത്തന്ന് എയർ ഇന്ത്യയിൽ കയറ്റിവിടാമെന്നാണത്രേ